നീലഗിരി മലനിരകളിൽ മേട്ടുക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ പിന്നെ ഒട്ടും വൈകിച്ചില്ല. അത് നേരിട്ട് കാണാൻ ഞങ്ങളും അങ്ങോട്ട് തിരിച്ചു. ഗൂഡല്ലൂരിൻ്റെ പല ഭാഗങ്ങളിലായി മേട്ടുക്കുറിഞ്ഞി വിരിഞ്ഞു നിൽപ്പുണ്ടെങ്കിലും അതൊക്കെ വനം വകുപ്പിൻ്റെ കർശന നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ്. അനുവാദമില്ലാതെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. പോയാൽ തന്നെ അകത്തേക്ക് പ്രവേശനം കിട്ടുമോ എന്ന കാര്യവും ഉറപ്പില്ല. അപ്പോഴാണ് പ്രവേശന ടിക്കറ്റ് എടുത്ത് മേട്ടുക്കുറിഞ്ഞി കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയുന്നത്. ഗൂഡല്ലൂർ ഊട്ടി റോഡിലുള്ള നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളുടെ യാത്ര നേരെ അങ്ങോട്ടേക്ക്. ഗൂഡല്ലൂരിൻ്റെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ ഇവിടേക്ക് എത്തിച്ചേരാൻ ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടി റോഡിലൂടെ ഏകദേശം 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. ഗൂഡല്ലൂരിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് യാത്ര തുടങ്ങുന്നത്. കൂട്ടിന് നല്ല തണുത്ത കാറ്റുമുണ്ട്. അല്പം മുന്നോട്ട് പോയപ്പോൾ വഴിയിൽ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് കണ്ടു. ഇവിടെ നിന്നാൽ ദൂരെ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് വ്യക്തമായി കാണാം. പക്ഷെ അല്പനേരം അവിടെ നിന്നപ്പോഴേക്കും ദാ വരുന്നു കോടമഞ്ഞ്. നിമിഷ നേരം കൊണ്ട് ആ മലനിരകളെ മുഴുവൻ മഞ്ഞ് പൊതിഞ്ഞു കളഞ്ഞു. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും യാത്ര തുടങ്ങി. അല്പം മുന്നോട്ട് പോയപ്പോഴേക്കും ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന യൂക്കാലി മരങ്ങൾക്കിടയിലൂടെയായി യാത്ര. ശരിക്കും മനോഹരമായ ഒരു അനുഭൂതിയാണത്. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്നാണ് ആ യൂക്കാലി മരങ്ങൾക്കിടയിലേക്ക് കോടമഞ്ഞ് ഇറങ്ങി വന്നത്. ഈ യാത്രയിൽ ഒട്ടും മറക്കാനാവാത്ത കാഴ്ചയും അനുഭവവും അതുതന്നെയായിരുന്നു. ഇതാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റിന്റെ കവാടം. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. യൂക്കാലി മരങ്ങൾ തണൽ വിരിച്ച ഈ വഴിയോരത്തിലൂടെ അങ്ങനെ നടന്നു തുടങ്ങി. അല്പം മുന്നോട്ട് നടന്നപ്പോഴേക്കും ദാ മേട്ടുക്കുറിഞ്ഞി. ഞങ്ങൾ വേഗം കുറിഞ്ഞിപ്പൂക്കളുടെ അടുത്തേക്ക് നടന്നു. നേരിയ തണുപ്പും മൂടി നിൽക്കുന്ന കോടമഞ്ഞുമൊക്കെയായി ആ മേട്ടുക്കുറിഞ്ഞി കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നോ. കാഴ്ചയിൽ നീലക്കുറിഞ്ഞിയുമായി ഏറെ സാമ്യമുണ്ടെങ്കിലും ഇവ രണ്ടും വ്യത്യസ്ത ഇനങ്ങളാണ്. ഉയരം കൂടിയ മലനിരകളിൽ 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നതെങ്കിൽ മേട്ടുക്കുറിഞ്ഞി സാധാരണയായി 7 വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 600 മുതൽ 1000 മീറ്റർ വരെ ഉയരമുള്ള താഴ്ന്ന മലനിരകളിലാണ് ഇവ പ്രധാനമായും കണ്ടുവരുന്നത്. ഇടുക്കിയിലും കർണാടകയിലും മഹാരാഷ്ട്രയിലുമൊക്കെ മേട്ടുക്കുറിഞ്ഞി പൂക്കാറുണ്ട്. മേട്ടുക്കുറിഞ്ഞി കാണുന്നതിനായി നിരവധി ആളുകളാണ് ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂക്കളുടെ ആ വശ്യമായ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അല്പനേരം അവിടെ തന്നെ നിന്നു. പിന്നീട് വ്യൂ പോയിന്റ് കാണാനായി മുന്നോട്ട് നടന്നു. ഇടതുവശത്തായി നല്ല ആഴമുള്ള കൊക്കയാണ്. ചുറ്റും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മനോഹരമായ പുൽമേടുകളും അവയ്ക്കിടയിലൂടെ കോടമഞ്ഞണിഞ്ഞ മലനിരകളും കാണാം. ശരിക്കും 360 ഡിഗ്രിയിൽ നീലഗിരിയുടെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് ഇത്. വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതുകൊണ്ട് രാവിലെ 9 മണിക്ക് മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ. അങ്ങനെ വ്യൂ പോയിന്റിൽ എത്താറായപ്പോഴേക്കും ഒരു വാച്ച് ടവർ കണ്ടു. ഞങ്ങൾ വേഗം അവിടേക്ക് നടന്നു. അപ്പോഴാണ് അങ്ങ് ദൂരെ ഗൂഡല്ലൂർ ടൗൺ തെളിഞ്ഞു കാണുന്നത്. നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയിരുന്നതുകൊണ്ട് തന്നെ ഗൂഡല്ലൂരിന്റെ ആകാശ കാഴ്ച വളരെ മനോഹരമായി തന്നെ കാണാൻ സാധിച്ചു. ഞങ്ങൾ അല്പനേരം ആ മനോഹരമായ കാഴ്ചയും കണ്ട് അങ്ങനെ നിന്നു.
മലയുടെ താഴ്വാരങ്ങളിൽ മേട്ടുകുറിഞ്ഞി പൂത്തു നിൽക്കുന്നത് ഇടയ്ക്കിടെ കാണാം. അതുപോലെ ഇടവിട്ടെത്തുന്ന നല്ല തണുത്ത കാറ്റും മലനിരകളെ പൊതിഞ്ഞു നിൽക്കുന്ന കോടമഞ്ഞുമൊക്കെയായി കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇവിടെ എത്തിയാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. മേട്ടുകുറിഞ്ഞിയുടെ ആ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ തിരികെ നടക്കാൻ തുടങ്ങി. ഗൂഡല്ലൂരിലെ മനോഹരമായ കാഴ്ചകൾ തേടി ഞങ്ങളുടെ ഈ സർക്കിട്ട് തുടരുകയാണ്.